നമസ്കാരം. എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളോട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ആഗ്രഹസാധ്യത്തിനുള്ള ഒരു മന്ത്രമാണ്. വളരെ ലളിതമായ രീതിയിൽ ചൊല്ലാൻ പറ്റിയാൽ എന്നാൽ വളരെ അത്ഭുത ശക്തി തരുന്ന ഒരു മന്ത്രത്തെയാണ് നമ്മളോട് പരിചയപ്പെടുത്തുന്നത്. ഒരു ശിവമന്ത്രമാണ്. ഒറ്റ വരിയേ ഉള്ളൂ, എന്നാൽ അതൊരു അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രം തന്നെയാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ്. പ്രത്യേകിച്ച് നിബന്ധനകൾ ഒന്നും തന്നെയില്ല. നമ്മുടെ മനസ്സിലെ ഏതാഗ്രഹവും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം കഴിയാവുന്ന അത്രയും സമയം ചൊല്ലുവാൻ ശ്രമിക്കുക. ക്രമേണ ഈ മന്ത്രത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ്. നമ്മുടെ ആഗ്രഹം സത്യസന്ധവും പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥതവുമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം ദേവാദിദേവനായ ശിവഭഗവാൻ നടത്തിത്തരും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും ഒരു പരീക്ഷണമായി മാത്രം ഇതിനെ കാണാതിരിക്കുക. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം പൂർണ്ണ വിശ്വാസത്തോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ്. ഇത് പഠിച്ചു വെക്കാനോ ഓർമ്മിച്ചു വെക്കാനോ വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമുള്ള ഒരു മന്ത്രമല്ല. ഒറ്റ വരി മാത്രമുള്ള ഒരു മന്ത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലി ഇതിൻ്റെ ഫലസിദ്ധി കൂട്ടിയെടുക്കാവുന്ന ഒരു മന്ത്രം കൂടിയാണ്. മന്ത്രം ഇതാണ്: ഓം ശിവ ശിവ ഓം. ഓം ശിവ ശിവ ഓം. വളരെ പെട്ടെന്ന് തന്നെ സ്വായത്തമാക്കാവുന്ന ഒരു മന്ത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലി ഭഗവാനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം നടത്തിത്തരും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരും ഭഗവാനോട് ഓം ശിവ ശിവ ഓം എന്ന് തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുന്നതാണ്.